അതാ നല്ല ഭംഗിയുണ്ട്. ഹലോ, ഇന്ന് നമ്മളൊരു വ്ളോഗാണ് ചെയ്യണേ. നമ്മള് ഇപ്പൊ ഒരു ക്രിസ്മസ് ട്രീ, പിന്നെ പുൽക്കൂട്, ക്രിസ്മസിന് പുൽക്കൂട് ഇതൊക്കെ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ DIY സംഭവങ്ങളാട്ടോ, നമുക്ക് കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പോവാണ്. അപ്പം അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോണേ. എന്താവും എന്നൊന്നും അറിഞ്ഞൂടാ. ഇപ്പം ഞാൻ പറമ്പിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ DIY ക്രിസ്മസ് ട്രീ ആണല്ലോ. അപ്പോൾ ഒരു ട്രീ, ഒരു കൊമ്പ് വേണമല്ലോ. കൊമ്പ് തപ്പി ഇറങ്ങിയതാണ്. നമുക്ക് അത് കിട്ടുമോ കിട്ടില്ലയോ എന്നൊക്കെ നോക്കാം. ഈ കൊമ്പ് മതിയാ? തന്താടികൾ ഉപേക്ഷിച്ചതാണോ? ആര് തന്താടി? അതേതാ? അതാരാ? ഇത് കുഴപ്പമില്ല അല്ലേ? ഇത്രയും പോയി. ഇതൊരു ചട്ടിയില് നട്ട് വെക്ക, നട്ടല്ല മുളപ്പിച്ച് വെക്ക, കുത്തി വെക്ക. അങ്ങനെ ഞാൻ ഉദ്ദേശിക്കണേ. ഇത് മതില്ലേ? ഇത് മൊത്തം. എന്നിട്ട് അമ്മ ക്രിസ്മസ് ട്രീയിൽ എന്താ ചെയ്യാൻ പോണേ? അല്ല, കമ്പ് മതി. മൊത്തം ഇത് മൊത്തം ക്രിസ്മസ് ട്രീ ആക്കാന്നാണ് ഉദ്ദേശിക്കണേ. അയ്യോ, ഇത് മുഴുവൻ പറിച്ചിടാൻ പോവാ? അയ്യോ വേണ്ട, ഞാൻ മുളച്ചാലോ? ഇതേ ഇവിടുത്തെയാ? അയലത്തെയാണോ? അല്ല, അവിടത്തെയാണെങ്കിൽ വല്യച്ഛനോട് ഇല്ല. വല്യച്ഛനോട് ചോദിക്കണ്ടേ? ഞാൻ പറയുകയാണെങ്കിൽ ഇത് അതിന്റെ തല പറ്റണോടത്തോളം വെച്ചിട്ട് വെട്ടിക്കോ എന്ന് വെച്ചാൽ അത് ആകെ പോയി നിക്കണേ. അയ്യോ, ഈ ക്രിസ്മസ് ട്രീ ഞാൻ ഉദ്ദേശിച്ച ക്രിസ്മസ് ട്രീ പോലെ അല്ലാട്ടാ. 2 ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാല്ലേ അപ്പൊ? അതെ, പക്ഷെ അത്രയും ഗംഭീരല്ലായിരുന്നു ഉദ്ദേശിച്ച ക്രിസ്മസ് ട്രീ. ഇതിപ്പോ എങ്ങടാ വീഴാ? അയ്യോ, നോക്കണട്ടാ. അങ്ങോട്ട് കൊണ്ടുപോവാ. ആവശ്യത്തിന് തല മാത്രം വെട്ടിയെടുത്താൽ മുഴുവൻ കൊണ്ടോണ്ടാ. അത് മതി, അത് മതി, അത് മതി. തുമ്പ് വെട്ടിയാ മതി. സാരില്ല, സാരില്ല, അതുള്ളത് മതി. അതാ, അങ്ങനെ ഞങ്ങൾക്കൊരു ക്രിസ്മസ് ട്രീ കിട്ടി. ഇത് ഉണങ്ങി നിക്കണ ഒരു ജാതി പറിച്ചിട്ടു, വെട്ടിയിട്ടു. അതിന്റെ തുമ്പാണ് ഇപ്പൊ എടുത്തേക്കണേ. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച DIY ക്രിസ്മസ് ട്രീക്ക് ഇതല്ല വേണ്ട. അതിനെനിക്ക് ആ കൊമ്പ് വേണം. ഞാൻ ആ കൊമ്പ് എടുക്കട്ടെ കേട്ടാ. എടുത്തു. ഈ കൊമ്പ് എനിക്ക് വേണം. ഞാൻ ഉദ്ദേശിച്ച ക്രിസ്മസ് ട്രീയുടെ കൊമ്പ് അല്ല, അതിന് വേണ്ടിയിട്ട് ഈ കൊമ്പ് വേണം. അത് കഴിഞ്ഞിട്ട് അതിൽ നമ്മൾ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പം അത് പറിച്ചു. നമ്മളെ കൊണ്ട് ഒക്കണ സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അമ്മയൊക്കെ വലിയ വലിയ ഐറ്റംസ് ആണ് ഉദ്ദേശിക്കണേ. ഒരു ജാതിമരം ഉണ്ട്, അത് വെട്ടിയെടുത്തോ, അതിൽ പെയിന്റ് അടിച്ച് ട്രീ ആക്കാന്നൊക്കെ. എന്തായാലും വിഷമിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ പറിച്ചെടുത്തു. ഇത് എന്തൊക്കെയാവും അറിയില്ല. ഒന്നെങ്കിൽ ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഉണ്ടാവും, അല്ലെങ്കിൽ ചീറ്റിപ്പോയ ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഉണ്ടാവും. നമ്മുടെ ചീറ്റിപ്പോയ ഐസ്ക്രീം പോലെ. ഇതിന് പെയിന്റ് അടിക്കണ്ടേ? പെയിന്റ് അടിക്കണം. പെയിന്റ് അടിച്ചാൽ മതി. മഞ്ഞുകാലത്ത് എല്ലാം മുഴുവൻ കൊഴിഞ്ഞിട്ടുള്ള മരമല്ലേ ഉണ്ടാവുക. കുറച്ച് പഞ്ഞി വാങ്ങിച്ചിട്ടാൽ മതി. വെള്ള പെയിന്റ് അടിച്ചിട്ട് കുറച്ച് പഞ്ഞി വാങ്ങിച്ചിട്ട് ഇടാം. കുറച്ചും കൂടി ഫെയറി ലൈറ്റ് വാങ്ങിച്ചിടാം.
ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീക്ക് വേണ്ടിയിട്ട് പറിച്ചുകൊണ്ട് വന്ന ഇത്. ജാതി, ഉണങ്ങിയ ജാതി തൈയാണ്. ഞാൻ ആക്ച്വലി ഈ കാണുന്ന കുഞ്ഞു കോലുണ്ടല്ലോ, ഈ കുഞ്ഞു കോലുമ്മേ നമ്മുടെ ന്യൂസ് പേപ്പർ കോൺ പോലെ ഉണ്ടാക്കിയിട്ട് ഇതൊരു സ്ഥലത്ത് ഫിക്സ് ചെയ്തിട്ട് ന്യൂസ് പേപ്പർ കോൺ പോലെ ഉണ്ടാക്കിയിട്ട് ക്രിസ്മസ് ട്രീ ആക്കാന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പൊ ആ കളിയൊക്കെ വേറെ ലെവലിലായി. ഈ സാധനത്തില് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാം, ഈ മരം കൊണ്ട് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാന്നപ്പോ പറയണേ. അതെ, ഇനി ചെറിയ കളികളില്ല, വലിയ കളികൾ മാത്രം എന്നുള്ള അവസ്ഥയായി. പക്ഷെ എന്നാലും ഞാൻ ഇത് വിടില്ല കേട്ടോ. ഞാൻ ഈ ഒരു ക്രിസ്മസ് ട്രീ, ഇതുകൊണ്ട് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കണത് എങ്ങനെയാന്നുള്ളതും കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ചട്ടിയും കുറച്ച് മണ്ണും വേണം. നമുക്കതൊന്ന് നോക്കി നോക്കാം. നമുക്കിവിടെ എവിടെയെങ്കിലും ഒരു ചട്ടിയോ എന്തെങ്കിലും ഉണ്ടോ, ആ കോല് പിടിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കാം. ഞാൻ അതിനിറങ്ങിയതാ. അത് ഇന്നലെ നമ്മള് പറിച്ചു കൊണ്ടുവന്ന കോലാണ് കേട്ടോ, പറിച്ചു കൊണ്ടുവന്ന വടിയാണ്. പിന്നെ ഇന്നലെ സന്ധ്യയായി അതൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോ. ഇന്നലെ ഒന്നും ചെയ്തില്ല. ഇന്നിപ്പോ സന്ധ്യയായി. എന്നാലും ഇന്നാണ് ഞാൻ ഇനി ഇത് വെക്കാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടോ എന്നൊന്ന് അന്വേഷിച്ച് ഇറങ്ങിയതാണ്. നോക്കട്ടെ കേട്ടോ. ഈ മുളയിൽ വെക്കാൻ പറ്റുമോ? നോക്കി നോക്കാട്ടെ, മുളയിൽ വെക്കാൻ പറ്റുമെന്ന്. ഓ, ഈ മുളയിൽ ഉറച്ചിരിക്കുന്നില്ല, പിന്നെ ഇങ്ങനെ അലതിൽ വെക്കുക. അതായിരുന്നു. കുഴപ്പമില്ല അല്ലേ? നമുക്ക് നോക്കി നോക്കാം അല്ലേ. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു 3 കോല് ഉണ്ടാവില്ല, നമ്മൾ സ്റ്റാൻഡൊക്കെ ഉള്ള പോലെ അതുപോലെയാണ് ശരിക്കും വേണ്ടത്. അത് ഞാൻ ഉണ്ടാക്കിയില്ല. അപ്പം ഞാൻ വിചാരിച്ചത് അതിന് പകരം ഒരു ചട്ടിയിൽ ഇത് പിടിപ്പിച്ച് വെക്കാമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ചട്ടി കാണാനില്ല. പിന്നെ ഇനി അമ്മ കാണാണ്ട് ഏതെങ്കിലും ചട്ടി അടിച്ച് മാറ്റണം. പക്ഷെ ക്രിസ്മസ് ട്രീ ആവുമ്പോൾ അമ്മ കാണൂല്ലോ, അപ്പം അങ്ങനെ ചട്ടി അടിച്ച് മാറ്റാനും പറ്റില്ല. ഞാൻ നോക്കി കുറേ കുഞ്ഞ് പ്ലാസ്റ്റിക് ചട്ടി എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ, ഒന്നും കിട്ടിയൊന്നുമില്ല. അപ്പം ഇപ്പം ഇങ്ങനെ ഒരു മുള ഇരിക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ മണി പ്ലാന്റ് നട്ടിരുന്ന, മണി പ്ലാന്റ് അല്ല, മറന്നു, എന്തോ ഒരു പ്ലാന്റ്, അത് നട്ടിരുന്ന മുളയാണ്. അത് ചീഞ്ഞു പോയി. ലക്കി ബാമ്പു, അതന്നെ, ലക്കി ബാമ്പു നട്ടിരുന്ന മുളയാണ്. അത് ചീഞ്ഞു പോയി. അപ്പോൾ വെറുതെ ഇരിക്കണ കണ്ടപ്പോൾ ഒന്ന് പിടിപ്പിച്ച് നോക്കിയതാണ്. ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കണ്ടോ. ഇനി നോക്കി നോക്കാം, വല്ലതും എല്ലാം കൂടെ വീഴുമോന്ന് അറിയില്ല. വീഴുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ചട്ടി, ഏതെങ്കിലും ഒരു ചെടി പറിച്ചെടുത്തിട്ട് അതിൽ ചട്ടി വയ്ക്കുക, ചട്ടിയിൽ കുത്തി വയ്ക്കുക. പിന്നെ ഇത് കണ്ടോ, ഇതാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കോണുകൾ, പേപ്പറിൻ്റെ കോണുകൾ, ആ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് ഭയങ്കര എളുപ്പമായിട്ട് ഉണ്ടാക്കാം കേട്ടോ. 2 സൈസിലുള്ളത്, വലിയ സൈസിലുള്ളതും ചെറിയ സൈസിലുള്ളതും ഉണ്ട്. ഇനി 2 സൈസിലുള്ളതാണ് നമുക്ക് വേണ്ടത്. കുറേ ഉണ്ടാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പേപ്പറിൻ്റെ കോൺ ഉണ്ടാക്കാൻ നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതിൽ തന്നെ ഒരു കഷ്ണം പേപ്പർ നമ്മൾ മുറിച്ചെടുക്കുക. കോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെറുതെ ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന്, ഒരു മൂലയ്ക്ക് നിന്ന്, ഒരു കോർണറിൽ നിന്ന് നമ്മളിങ്ങനെ ചുരുട്ടുക. ഇത്രയുള്ളൂ. ഇതിപ്പോൾ ഒരു വലിയ ലെങ്ത്തുള്ള ഒരു കോൺ കിട്ടി. ഇനിയിപ്പോൾ ഈ ഒരു സൈഡ് നമുക്ക് ഇവിടെ വെറുതെ ഒട്ടിച്ച് വെക്കാം. ഇനി ചെറിയ കോൺ ഉണ്ടാക്കാൻ നമുക്ക് ആ ഒരു ഫുൾ ലെങ്ത്തുള്ള പേപ്പർ വേണ്ട, അതിന്റെ പകുതി മതി. അത്രേ വ്യത്യാസമുള്ളൂ. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ, ഇതിന്റെ പകുതി എടുക്കണമെന്നേ ഉള്ളൂ. ഇത്ര എണ്ണമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എണ്ണിയിട്ടൊന്നുമല്ല, കറക്റ്റ് എത്രയുണ്ട് വേണമെന്നൊന്നും അറിയില്ല. അപ്പം ഇനി ഞാൻ വിചാരിച്ചത് ഇത് ഒട്ടിച്ച് നോക്കിയിട്ട് ഇനി ആവശ്യം ഉണ്ടെങ്കിൽ അപ്പം ഉണ്ടാക്കിയാൽ മതിയല്ലോ. ഇപ്പം ഇത്രയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് കോലുമ ഒട്ടിക്കണം. ഇതാ അപ്പം നമുക്കൊരു പാത്രം കിട്ടിയിട്ടുണ്ട്, പഴയ പാത്രം. ഈ ചൈനീസ് പോട്ടൊക്കെ ഇല്ലേ, അങ്ങനത്തെ പാത്രമാണ്. ഞാൻ വിചാരിക്കുക നിനക്ക് ആ വടി ഉണ്ടല്ലോ, ആ വടി ഇതിനകത്ത് ഇറക്കി വെച്ച് ഇറക്കി കുറച്ച് മണ്ണൊക്കെ ഇട്ടൊന്ന്
ടൈറ്റാക്കി വെച്ചാൽ ഇങ്ങനെ നിർത്താലോ, പിടിച്ച് നിർത്താലോ. അങ്ങനെ വെച്ച് നോക്കാമെന്ന് വിചാരിക്കണം ക്രിസ്മസ് ട്രീക്ക് വേണ്ടിയിട്ട്. നമുക്ക് നോക്കി നോക്കാം. ഇവിടെ വെച്ച് ഒട്ടിക്കുക, ചുറ്റും ഒട്ടിക്കുക ചെയ്യണം. സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കുക. ശരിയല്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. വേറെ ക്രിസ്മസ് ട്രീ ഇല്ലേ? അതിന്റെ പിന്നിലുണ്ട് ഒരെണ്ണം. നമ്മള് 2 ലെയർ ഇപ്പൊ ലെങ്ത് ഉള്ള കോണുകൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ലെയറും ഉണ്ട്, ഇതിന്റെ അടിയിൽ ഒരു ലെയറും ഉണ്ട്. അങ്ങനെ 2 ലെയർ ഇപ്പൊ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഒരു ലെയറും കൂടി ലെങ്ത് ഉള്ള കോൺ ഇവിടെ നിന്ന് തുടങ്ങി ഒട്ടിക്കാന്നാണ് വിചാരിക്കണേ. അത് കഴിഞ്ഞിട്ട് കുട്ടി കോണുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ചെറുത്, അത്രയും ലെങ്ത് ഇല്ലാത്തത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിലേക്ക് ഈ ലെങ്ത് ഇല്ലാത്ത കോണം വെക്കാന്നാണ് ഇപ്പൊ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു ലെയറും കൂടി ഈ ലെങ്ത് ഉള്ള കോണ് വെച്ച് നോക്കാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മള് ക്രിസ്മസ് ട്രീ ന്യൂസ് പേപ്പർ ക്രിസ്മസ് ട്രീന്റെ ഒരു രൂപം. ഇതിപ്പോ ഇത്തിരി ചെരിഞ്ഞൊക്കെ ഇരിക്കണേ. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നും അടിയിൽ വെച്ചിട്ടില്ല, ഈ കോലുമ്മ തന്നെയാണ് അതിരിക്കണേ. ആ പേപ്പറിന്റെ ആ വെയിറ്റിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്ന് ഞങ്ങൾ ഊരി ഇതിൽ വെച്ചിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ശരിയാവണില്ല. അപ്പം ഇനി വേറെ എന്തിലെങ്കിലും വെക്കാൻ പറ്റുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചട്ടി കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ ചട്ടിയിൽ ഇനി പിടിപ്പിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൽ മണ്ണ് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചട്ടിയിൽ നല്ലോണം ഉറച്ചിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിന് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു കോൺ ഉണ്ടാക്കി ഇതിൻ്റെ മുകളിൽ ഈ പോർഷനിൽ ഒരു കോൺ ഉണ്ടാക്കിയിട്ട് മൂടണം. പിന്നെ നമ്മുടെ അലങ്കാര വസ്തുക്കൾ പച്ച വള്ളിയൊക്കെ ഇതേ ഇരിക്കണ കാണാനില്ലേ, ഈ പച്ച വള്ളിയൊക്കെ എടുത്ത് ചുറ്റി സെറ്റാക്കണം. അപ്പോൾ ന്യൂസ് പേപ്പർ ക്രിസ്മസ് ട്രീ അങ്ങനെ ആവും എന്നാണ് നമ്മൾ വിചാരിച്ചിട്ടിരിക്കണേ. ക്രിസ്മസ് ട്രീൻ്റെ ആ തുമ്പത്തെ പോർഷൻ, കുറച്ച് മരത്തിന്റെ പോർഷൻ ഉണ്ടല്ലോ, അത് മൂടാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോൺ ഉണ്ടാക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. കോൺ ഷേപ്പിൽ ചാർട്ട് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഇടാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു 25 സെന്റിമീറ്ററിൽ ലെങ്ത് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ 25 സെന്റിമീറ്റർ എടുത്തിട്ട് ഒരു കോൺ മുറിച്ചെടുത്ത് അതിൽ മൂടാമെന്ന് വിചാരിക്കുക. മുറിക്കുന്നതാണ് ഇതായപ്പോൾ ഇവിടെ 25 സെന്റിമീറ്റർ ഇവിടെ നിന്ന് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി. അതേപോലെ ഈ സെന്റർ പോയിന്റ് എപ്പോഴും സെയിം ആക്കി വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തെടുത്തിട്ട് വരണം. നമ്മുടെ കോൺ റെഡി ആയിട്ടുണ്ട്. ആ സംഭവങ്ങള് ആ മുറിച്ചെടുത്ത ആ ചാർട്ട് ഉണ്ടല്ലോ, അത് സെയിം ഷേപ്പിൽ തന്നെ ഇവിടെ ഒട്ടിച്ചു വെച്ചു. സെല്ലോ ടേപ്പ് വെച്ചിട്ടാണ് ഇവിടെ ഒട്ടിച്ചു വെക്കണേ. പേപ്പർ ട്രീ അകത്തേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി ഇത് അലങ്കരിക്കാന്ന് വിചാരിച്ചേക്കണേ. നേരത്തെ ഉണ്ടാക്കിയ കോൺ ഇതിന്റെ മേളിൽ വെച്ചു. അപ്പൊ ഇവിടെ കടലാസ് നമ്മളിവിടെ വെച്ചിട്ടാണ് ഈ ഒരു പോർഷനിൽ വെച്ചിട്ടാണ് ഈ കോണുകളൊക്കെ ഒട്ടിച്ചിട്ടുള്ളത്. അപ്പൊ അതൊക്കെ ഒന്ന് മൂടാൻ വേണ്ടിയിട്ട് ഒരു കോൺ ഉണ്ടാക്കിയിട്ട് വെച്ചു. ഇനി ഇതൊന്ന് അലങ്കരിച്ചെടുക്കാമെന്നാ വിചാരിക്കണം. ഇവിടെ ഒരു പച്ച സാധനം വെറുതെ ചുറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് എത്രയും വേണം എന്നറിയാൻ വേണ്ടിയിട്ട് ചുറ്റിയതാണ്. കുറച്ചും കൂടി സാധനങ്ങളൊക്കെ ഇങ്ങനെ ചുറ്റി ഇത് അലങ്കരിച്ച് വെക്കും.
സ്റ്റാർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഞങ്ങൾ 2-3 സ്റ്റാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ട്രീയിൽ തൂക്കാന്നാ വിചാരിക്കണേ. പിന്നെ എന്റെ വെറൈറ്റി ഒരു സ്റ്റാറും കൂടി ഉണ്ട്. ഇതാണ് ശരിക്ക് ഹൈലൈറ്റ്. അതെ, ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാർട്ട് പേപ്പർ ഉണ്ടല്ലോ, ആ ചാർട്ട് പേപ്പർ എടുത്തിട്ട് നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ വിശറി ഉണ്ടാക്കില്ലേ, അങ്ങനെ വിശറി ഉണ്ടാക്കിയിട്ട് ആ വിശറികളെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കൊറേ വാലുള്ള സ്റ്റാർ കിട്ടും. വേറെ ഒരെണ്ണം കൂടി ഉണ്ട് അതിനേക്കാൾ അടിപൊളിയായിട്ടുള്ളത്. ഇത് സ്റ്റാർ അല്ല, ഇതെന്താ പറയാ, ഒന്നും പറയാൻ പറ്റില്ല. എന്നാലും അലങ്കരിക്കാൻ വേണ്ടി വെക്കാം. പിന്നെയുണ്ട് ഒരു സ്റ്റാർ, ഇതാ ഇത് 3D സ്റ്റാർ ആണ്. ഇത് ഈ കടലാസിന് കനയില്ലാത്തോണ്ടാണ് കേട്ടോ ഇങ്ങനെ ആയിപ്പോയത്. അപ്പൊ നമ്മള് ഇതിന്റെ കനുണ്ടെങ്കിൽ ഇത്രയും ഭംഗി ഉണ്ടാവില്ല തോന്നുന്നു. ഇതിപ്പോ ഇങ്ങനെ ഇരിക്കണേ, അത് കനുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ശരിക്കും ഇരുന്ന് കഴിഞ്ഞാൽ നല്ല സ്റ്റാർ ആയിപ്പോയാണ്. ഇതൊക്കെ വെച്ചിട്ട് നമ്മള് ട്രീ അലങ്കരിക്കാൻ പോവാണ്. ഇതും നമ്മൾ ഒരു സ്റ്റാർ ഉണ്ടാക്കുന്നത് തന്നെയാണ്. നമ്മൾ സാധാരണ നമ്മളെപ്പോഴും തൂക്കുന്ന സ്റ്റാർ ഉണ്ടല്ലോ, വീടിൻ്റെ പുറത്തൊക്കെ തൂക്കാറുള്ള സ്റ്റാറില്ലേ, 3D അല്ല, അങ്ങനെ സാധാരണ ബൾബൊക്കെ ഉള്ളിലിടാൻ പറ്റുന്ന സ്റ്റാർ, അങ്ങനത്തെ സ്റ്റാർ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതുണ്ടാക്കാൻ അപ്പോൾ ഇത്രയും നേരത്തെ കാണിച്ച സ്റ്റാർ എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു സ്റ്റാറുകൾ, ഇങ്ങനെ ബൾബൊന്നും ഇടാൻ പറ്റുന്ന ടൈപ്പ് സ്റ്റാറല്ല. ഇതിപ്പോൾ ബൾബൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പ്, നമ്മൾ നോർമലി കടകളിൽ നിന്ന് വാങ്ങിക്കാറുള്ള ടൈപ്പ് സ്റ്റാറാണ് ഇപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതുകളൊന്നും ഞാൻ ഡീറ്റെയിലായിട്ട് ഉണ്ടാക്കുന്നത് കാണിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തി ആയി പോകും നമ്മുടെ ബ്ലോഗ്. അപ്പോൾ അത്രയും ലെങ്ത്ത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് നമ്മളതൊന്നും അങ്ങനെ ഡീറ്റെയിലായിട്ട് കാണിക്കാത്തത്. ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു 2 ടൈപ്പ് സ്റ്റാറാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നേരത്തെ കാണിച്ചിരുന്ന പോലത്തെ സാധാരണ ഇങ്ങനെ മടക്കി മടക്കി വെട്ടുന്ന സ്റ്റാറും, ഇത് ബൾബൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പ് സ്റ്റാറും, ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുക തന്നെ ചെയ്തിട്ടുള്ളത്. ചാർട്ട് പേപ്പർ വെച്ചിട്ട് എല്ലാ ടൈപ്പ് സ്റ്റാറും ഉണ്ടാക്കി. അപ്പോൾ ഞങ്ങൾ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണങ്ങിയ ജാതി മരം പൊട്ടിച്ചുകൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ, അതിന് ഫുൾ വൈറ്റ് പെയിൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇതിങ്ങനെ ഫുൾ വൈറ്റ് പെയിൻ്റ് അടിക്കുകയാണ് ചെയ്തത്. ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ നമുക്ക്. എന്നാലും ഭയങ്കര ബുദ്ധിമുട്ടൊന്നും തോന്നില്ല കേട്ടോ. ഒരു മഞ്ഞിൻ്റെ ഫീൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കംപ്ലീറ്റ് വൈറ്റിൽ ചെയ്യാമെന്ന് വിചാരിച്ചത്. നമ്മളെല്ലാം അലങ്കാരങ്ങളെല്ലാം ഒരു വൈറ്റ് തീമിൽ ചെയ്യാമെന്നാണ് വിചാരിച്ചേക്കണേ. അങ്ങനെ ഈ കംപ്ലീറ്റ് ഈ വുഡ് വൈറ്റ് പെയിൻ്റ് അടിച്ചു കേട്ടോ. നമ്മുടെ ക്രിസ്മസ് ട്രീ ഒക്കെ ഇതേ ഇവിടെ ഇപ്പോൾ പെയിൻ്റ് അടിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, വെള്ള പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അലങ്കരിക്കാനുള്ള പുറപ്പാടിലാണ്. ഫുള്ളിനി അലങ്കരിച്ചെടുക്കണം. ഇതിപ്പോൾ കുറച്ച് സ്റ്റാറൊക്കെ ഉണ്ടാക്കി നമ്മൾ, പിന്നെ കുറേ സാധനങ്ങൾ വാങ്ങിച്ചതാണ്. അപ്പം ഇതെല്ലാം ഇനി അവിടെ ഇവിടെ കെട്ടി തൂക്കണം. അതാണ് ഇനി അടുത്ത പരിപാടി. അപ്പം നമ്മൾ ഈ നമ്മുടെ ക്രിസ്മസ് ട്രീ ഒന്ന് അലങ്കരിക്കാം. അവിടെ എവിടെയൊക്കെ ഇത് നമ്മൾ ചിരട്ട വെക്കുന്നുണ്ടോ, വെള്ള പെയിന്റ് അടിച്ചിട്ടുള്ള ചിരട്ടയാണ്. വെള്ള പെയിന്റ് അടിച്ചിട്ടുള്ള ചിരട്ടയാണിത്. ഇതിങ്ങനെ ഒരു പാറമേൽ മഞ്ഞ് വീണ ഒരു ഫീലിംഗ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒക്കെയാണ് വെച്ചേക്കണേ. ഒരു രസമില്ല അല്ലേ? ഇത് മൊത്തം ഇങ്ങനെ മോഡർന്നൊക്കെ ആയിരുന്നു, പക്ഷെ അത്ര നല്ല പരിപാടിയല്ല. നല്ല മഞ്ഞ് വീഴ്ചയുള്ള കാലത്തെ സ്ഥലത്തെ ക്രിസ്മസ് ട്രീ ആട്ടോ ഞങ്ങളെ. മൊത്തത്തിൽ മഞ്ഞാണ്. പരിപാടികളൊക്കെ കഴിഞ്ഞു. അതിനകത്ത് വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ തൂക്കി
കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ഫെയറി ലൈറ്റും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ പണി കഴിഞ്ഞു. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റാറാണ് ആ മുകളിൽ കാണുന്നത്, അതാണ് തൂക്കിയിട്ടുള്ളത്. അതുപോലെ കുഞ്ഞ് 2 സ്റ്റാറും തൂക്കിയിട്ടുണ്ട്. പിന്നൊക്കെ വാങ്ങിച്ച സാധനങ്ങളും പഞ്ഞിയൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഫെയറി ലൈറ്റ് തൂക്കാനുള്ള പരിപാടി. ലൈറ്റൊക്കെ തൂക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമ്മൾ എല്ലാ ലൈറ്റും ഒന്ന് ഓഫാക്കി, ഇപ്പോൾ ഓൾറെഡി രാത്രിയായി, അപ്പോൾ ഇനി എല്ലാ ലൈറ്റും ഒന്ന് ഓഫാക്കിയിട്ട് ഇനി ആ ഫെയറി ലൈറ്റ് ഒന്ന് ഓണാക്കി നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അതാ നല്ല ഭംഗിയുണ്ട്. ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ. ഇതാ ഫൈനലായിട്ട് ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അടിപൊളിയായിട്ടുണ്ട്. എന്റെ വെള്ള സ്റ്റാറും കാണാനുണ്ട്. സൂപ്പർ, അടിപൊളി, സൂപ്പറായി. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ട്രീ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, ഭയങ്കര സൂപ്പറായിട്ടാണ് എനിക്ക് തോന്നണേ. എല്ലാവർക്കും എങ്ങനെയാന്ന് അറിയില്ല, പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായി. നമ്മള് ചെയ്ത് അടിപൊളിയാ. സൂപ്പറായിട്ടുണ്ട്, നല്ല രസമുണ്ട്. ഇപ്പൊ നമ്മളെ ഈ ന്യൂസ് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയ ക്രിസ്മസ് ട്രീ ഇപ്പൊ ഈ ഒരു രൂപത്തിലാണ് ഇരിക്കണേ. ഇതിൽ നമ്മൾ അങ്ങനെ 2 ടൈപ്പ് വള്ളികള്, പച്ചവള്ളികളാണ് ചുറ്റിക്കണേ. ഇങ്ങനെ ഇത് സാധാരണ ഇതൊരു പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്നു, എന്തോ ഒരു ടൈപ്പ് പ്ലാസ്റ്റിക്, എല്ലാം പ്ലാസ്റ്റിക് തന്നെ. ഇത് കളറൊന്നുമില്ല, ഗിൽറ്റൊന്നും ഇല്ലാത്തത്. ഇത് കളറുള്ളത് ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട്. ഇവിടെ വരെയാണ് നമ്മള് ചുറ്റി എത്തിച്ചിട്ടുള്ളത്. അടിയിലേക്ക് കുറച്ച് ഭാഗമില്ല. സാധാരണ നമ്മൾ ന്യൂസ് പേപ്പർ ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ ന്യൂസ് പേപ്പർ കൊണ്ട് ട്രീ ഉണ്ടാക്കുകയാണെങ്കിൽ വേറെ അലങ്കരിക്കണം എന്നൊന്നുമില്ല. അത് ഒരു പ്രത്യേക കാറ്റഗറി ഓഫ് ക്രാഫ്റ്റ് ആണ്. ഇങ്ങനെ വെറുതെ ഇട്ടാലും മതി. പക്ഷെ ഞാൻ ഇത് അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതുവരെയാണ് നമ്മൾ എത്തിച്ചിട്ടുള്ളത്. ഇത്രയും പച്ച സാധനങ്ങളൊക്കെ കിട്ടിയുള്ളൂ കേട്ടോ, കടയിലൊക്കെ തീർന്നു പോയി. എന്താ അറിയില്ല, ഇപ്പൊ എല്ലാം തീർന്നു. അപ്പൊ ഇത്രയും വച്ചിട്ടുണ്ട്. ഇനിയിപ്പോ കുറച്ച് കുഞ്ഞ് ബോൾസും മണിയൊക്കെ ഉണ്ട്. അപ്പൊ ഇതും കൂടിയൊക്കെ ഒന്ന് തൂക്കി ഒരു ചെറിയ സ്റ്റാർ ഇവിടെയൊക്കെ വെച്ച് അങ്ങനെയും കൂടെ ഇതൊന്ന് കംപ്ലീറ്റ് ആക്കാന്നാണ് വിചാരിക്കുന്നത്. ഈ ഭാഗം ഇപ്പൊ ഇത്രയും വരെ എന്തായാലും മൂടിയ സ്ഥിതിക്ക് ഇനി ഈ ഒരു ഭാഗം എന്തെങ്കിലും ഒന്ന് ചെയ്ത് മൂടാൻ പറ്റുമോ എന്നൊന്ന് നോക്കണം. അങ്ങനെയൊക്കെ വിചാരിച്ചു അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ അകത്ത് വെച്ചിട്ടുള്ള ക്രിസ്മസ് ട്രീ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ എന്താ ജസ്റ്റ് പച്ച ലെയേഴ്സ് ചുറ്റി, അത് കഴിഞ്ഞിട്ട് കുഞ്ഞു കുഞ്ഞു ബോൾസ്, കുഞ്ഞു മണി, അത്രയും ഇതിൽ വെച്ചിട്ടുള്ളൂ. ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്റ്റാർ അത് വെച്ചു. ജസ്റ്റ് സ്റ്റാപ്ലർ ഇത് വെച്ചു. എന്നിട്ടൊരു ഫെയറി ലൈറ്റ് ചുറ്റി കൊടുത്തു. ഇത്രയേ ഉള്ളൂ. ഇതിന്റെ ഒരു പോരായ്മ എനിക്ക് തോന്നുന്നത് നമ്മള് അടിയിലേക്ക് ന്യൂസ് പേപ്പർ മൂടാനായിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. അതായത് ഇപ്പൊ ഇത്രയും വരെ നമ്മള് അങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത കാരണം കൊണ്ട് അടിയിലും കൂടെ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കംപ്ലീഷൻ വന്നേനെ. അതുണ്ടായില്ല. അതുവരെയുള്ള പോഷൻ ഇതാ ഇത്രയാണ്. ഇതും നല്ല രസമുണ്ട്. നമ്മുടെ മറ്റേ ട്രീ വേറൊരു ട്രീ, വൈറ്റ് ട്രീ, ഇത് ഗ്രീൻ ട്രീ, അത്രയേ ഉള്ളൂ. ഇതൊരു ക്രാഫ്റ്റ് വർക്ക് എന്നുള്ള രീതിയിൽ ചെയ്തതാണ്, ഒരു ന്യൂസ് പേപ്പർ ക്രാഫ്റ്റ് എന്നുള്ള രീതിയിൽ. ഇതും നല്ലതായിട്ടുണ്ട്. ഇത് അകത്ത് വെച്ചേക്കാം, മറ്റേത് പുറത്ത് വെച്ചു. ഇനി പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ കാർഡ്ബോർഡ് കൊണ്ട് പുൽക്കൂട് ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത്. ഇതിന്റെ ഈ 4 സൈഡും കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ജസ്റ്റ് ഒരു ചെറിയൊരു കൂട് കിട്ടുമല്ലോ. ഇതിനെ വെള്ള പെയിന്റ് ഒക്കെ അടിച്ചിട്ട് കുറച്ച് പുല്ലൊക്കെ വെച്ച് അങ്ങനെ ചെറുതായിട്ട് ചെറിയ തോതിലൊരു കൂടുണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് കൂടുണ്ടാക്കാം. പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അതേ പെട്ടി റെഡി ആയിട്ടുണ്ട്. നമ്മൾ പെയിന്റ് അടിച്ച് വെച്ചു. ഇതിന്റെ ഈ ഒരു സൈഡ് കളഞ്ഞില്ല കേട്ടോ, ഈ ഒരു സൈഡ് കളഞ്ഞില്ല. എന്ന് വെച്ചാൽ ഇത് വഴി പോലെ അല്ല, ഇങ്ങനെ വീട്ടിലേക്ക് കയറുന്ന ഒരു സംഭവം പോലെ ഇത്തിരി നീട്ടി പുറത്തേക്ക് ഇങ്ങനെ കിടന്നോട്ടെ. നമ്മുടെ സിറ്റ് ഔട്ടല്ല, സിറ്റ് ഔട്ടിന് ഇപ്പൊ നമ്മളെ മുറ്റത്തൊക്കെ ടൈലൊക്കെ ഇടില്ലേ, ആ ഒരു രീതിയിൽ അങ്ങനെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ഇതാ അങ്ങനെ ഇത് കളഞ്ഞിട്ടില്ല. ബാക്കി 4 സൈഡും കളഞ്ഞു. അങ്ങനെ ഒരു പെട്ടിക്കൂട് കണ്ടില്ലേ.
ഇത് പെയിന്റ് അടിച്ചു വെച്ചു. ഇനിയിപ്പോ ചെയ്യാൻ പോണത് വീടിനൊരു മേൽക്കൂര പോലത്തെ ഒരു സംഭവം ഉണ്ടാവുമല്ലോ, ഒരു ത്രികോണാകൃതിയില് ഒരു സാധനം ഉണ്ടാവില്ലേ. അപ്പൊ അത് ഇതിന്റെ തന്നെ ഈ കീറിക്കളഞ്ഞ വശം ഉണ്ടല്ലോ, ആ വശം ഇങ്ങനെ രണ്ട് വശം കൂടി ഇങ്ങനെ ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഒരു മേൽക്കൂര പോലെ വെച്ച് ഒട്ടിക്കാന്നാ വിചാരിക്കണേ. ഇപ്പൊ പെയിന്റ് ഒക്കെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പൊ ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് സുഖമായിട്ട് ഒട്ടും എന്നുള്ളൊരു വിശ്വാസത്തിൽ നമ്മള് അങ്ങനെ ഒട്ടിക്കാൻ പോവാണ്. അങ്ങനെ ചെയ്യാം. ഞാൻ ഫെവിക്കോൾ വെച്ചിട്ട് ഇത് ഒട്ടിക്കാൻ, മേൽക്കൂരയ്ക്ക് വേണ്ടിട്ട് ഇത് ഒട്ടിക്കാന്ന് വിചാരിച്ചത്. പക്ഷെ ഫെവിക്കോൾ വെച്ചിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഒട്ടണില്ല. പെയിന്റ് ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ ഒട്ടണില്ല. ഞാൻ വിചാരിക്കാം സെല്ലോ ടേപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് നോക്കാന്ന് വിചാരിക്കുകയാണ്. നമുക്ക് സെല്ലോ ടേപ്പ് വെച്ചിട്ട് നോക്കാം. അതെ, നമ്മുടെ പുൽക്കൂട് അതിന്റെ മേൽക്കൂരയൊക്കെ വെച്ച് ഞാൻ ഇവിടെ സെല്ലോ ടേപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഒട്ടിച്ചത്. ഞാൻ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചത്. ഇരുട്ടായി തുടങ്ങി, അതാണ് കേട്ടോ. അങ്ങനെ അത്ര ലൈറ്റ് ഇല്ലാത്ത സന്ധ്യയായി. അതാ ഇവിടെയും സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഒരു വീടിന്റെ രൂപമായിട്ടുണ്ടല്ലോ, ഒരു പുൽക്കൂടിന്റെ രൂപമായിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തു. ഇനിയിപ്പോ ഇവിടെ കുറച്ച് പച്ചപ്പുല്ല് കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കുറേശ്ശെ പശ വെച്ചിട്ട്, ഇവിടെ ഇപ്പൊ ചെരിഞ്ഞിരിക്കുന്ന സ്ഥലമല്ലേ, ഈ ചെരിഞ്ഞിരിക്കുന്ന സ്ഥലത്ത് വെറുതെ പുല്ല് വെച്ചാൽ വീണു പോകില്ല. അപ്പൊ നമ്മളിവിടെ നിന്ന് പശ വെച്ചിട്ട് കുറേശ്ശെ പുല്ലിങ്ങനെ വെക്കാന്ന് വെതറാന്ന് വിചാരിക്കുകയാണ്. ഇനിയിപ്പോ അത് ചെയ്ത് നോക്കട്ടെ. പുൽക്കൂടിന്റെ മേലെ, ആ കാർഡ്ബോർഡിന്റെ മേലെ നമ്മൾ പച്ചപ്പുല്ല് ഒട്ടിച്ച് വെക്കാന്ന് ആദ്യം വിചാരിച്ചു. എന്നിട്ട് ഞാൻ പശയൊക്കെ തേച്ച് ഒട്ടിച്ച് നോക്കി. പക്ഷെ അത് ഒട്ടിയിരിക്കണില്ല. എന്താ പെയിന്റ് അടിച്ചിട്ടാന്ന് തോന്നുന്നു, കാർഡ്ബോർഡിന് പെയിന്റ് അടിച്ച കാരണം കൊണ്ടാന്ന് തോന്നുന്നു അങ്ങനെ അത് ഒട്ടിയിരിക്കണില്ല. അപ്പൊ ഇപ്പൊ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുല്ലിന്റെ തുമ്പുണ്ടല്ലോ, ഇത് നമ്മുടെ ദർഭപ്പുല്ല്, എന്ത് പുല്ല്, ദർഭപ്പുല്ല് എന്ന് പറഞ്ഞൊരു പുല്ലാണ്. അപ്പൊ ഈ പുല്ലിന്റെ തുമ്പ് നമുക്ക് കെട്ടാൻ പറ്റും. അതങ്ങനെ കൂട്ടി കെട്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ എന്താ പറയാ മേൽക്കൂരന്റെ മേലെ വെറുതെ ഇങ്ങനെ വെക്കുക. അങ്ങനെ ചെയ്യണേ. അപ്പൊ പശയുടെ ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ ഇരുന്നോളൂ. പിന്നെ ഞാൻ ഇത് നിറച്ച് കുറെ പുല്ലുണ്ട്, നമുക്ക് നിറച്ച് ഫില്ല് ചെയ്യാൻ പറ്റും. പിന്നെ കൂടിന്റെ ഉള്ളിൽ വെറുതെ വെട്ടി ഇട്ടാൽ മതിയല്ലോ, ഒട്ടിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ സൈഡ് ചെരിഞ്ഞിരിക്കുന്ന സ്ഥലത്താണ് നമുക്ക് വെക്കാൻ പറ്റാത്ത, ഒട്ടിക്കാണ്ട് നിവൃത്തിയില്ലാണ്ടിരുന്നത്. അപ്പൊ അവിടെ ഇങ്ങനെ ചെയ്തിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് വെറുതെ വെട്ടി ഇടാന്നാണ് വിചാരിക്കുന്നത്. പിന്നെ കുറച്ച് മഞ്ഞും ഒക്കെ ഇവിടെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സെറ്റാവും. നമ്മുടെ പുൽക്കൂട് ഇപ്പൊ കുറച്ചൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. വലിയ ആർഭാടൊന്നും ഇല്ല കേട്ടോ, വെറുതെ എന്താ പച്ചില വെച്ചു. അത് കഴിഞ്ഞിട്ട് അതിന്റെ മേലെ മഞ്ഞായിട്ട് കുറച്ച് ഭംഗിയിട്ടു, അത്രേ ചെയ്തിട്ടുള്ളൂ. അതിനുള്ള സമയമുള്ളൂ, 25-ാം തീയതിക്ക് മുമ്പ് ഞാൻ പുൽക്കൂട് ഉണ്ടാക്കി കഴിയുമ്പോ. അപ്പൊ അത്രേ ചെയ്തുള്ളൂ. ഇനിയിപ്പൊ അതിനുള്ളില് വെക്കണ ആൾക്കാരെയൊക്കെ വെക്കാൻ പോവാ. പക്ഷെ കറക്റ്റ് അങ്ങോട്ട് അറിയില്ല കേട്ടോ ഏത് എങ്ങനെയാ വെക്കണ്ടേന്നൊന്നും. പശുവോ അല്ല, ഇതാരാ, ഒട്ടകം തോന്നുന്നു. ആട്, ഒട്ടകം, ആനയാ, ഇത് ആടന്നെയായിരിക്കും. ആട്ടുംകുട്ടി, ഇത് കിടക്കണ ആട്ടുംകുട്ടി, ആട്, ഇതും ആട്. കൊറേ പശു, തൊഴുത്തിലെ പശു ആയിരിക്കും. അപ്പൊ ഇതൊക്കെ പശു ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ആട്ടുംകുട്ടി, ഇത് ഒട്ടകാന്ന് തോന്നണേ. പിന്നെ ഇനിയുണ്ട് കുഞ്ഞി ആട്ടുംകുട്ടി, ജീവികൾ മാത്രമല്ല. ഇത് മദർ മേരി ആണോ അല്ലെ, മാതാവല്ലേ? തെറ്റുണ്ടെങ്കിൽ എല്ലാരും ക്ഷമിക്കണം കേട്ടോ, നമുക്ക് അറിഞ്ഞൂടാ ശരിക്ക്. ഇത് ഫാദർ അല്ല, എന്താ പറയാ, അല്ല, രാജാക്കന്മാരും ഉണ്ട്, മദർ മേരിയും ഉണ്ട്, രാജാക്കന്മാരും ഉണ്ട്, പിന്നെ അച്ഛനും ഉണ്ട്. പള്ളിയിലച്ഛനല്ല, നമ്മുടെ ഉണ്ണീഷിന്റെ അച്ഛനാരാ? ജോസഫാ? ജോസഫ് ആണോ? തെറ്റാണെങ്കിൽ ക്ഷമിക്കണം കേട്ടോ, ആരും ചീത്ത പറയാൻ പറയരുത്. അറിഞ്ഞൂടോ,
അതുകൊണ്ടാണ് എല്ലാവരും വെച്ച് അഡ്ജസ്റ്റ്. രാജാക്കന്മാരുണ്ട് എന്ന് എനിക്കറിയാം. ഇതാണ് അല്ല, ഇവർക്ക് ഗോൾഡൻ വരയൊക്കെ ഉണ്ട്. അപ്പൊ ചിലപ്പോ രാജാക്കന്മാരാവും ഇവരൊക്കെ. അല്ല, എല്ലാവർക്കും ഗോൾഡൻ വര ഉണ്ടല്ലോ. ഇത് ഉണ്ണീഷു, ഇതാണ് ഉണ്ണീഷു. മാസ്റ്റർമാര് കിഴക്കുന്ന് എത്തിയിട്ടുണ്ട് നക്ഷത്രം നോക്കിയിട്ട്. സ്റ്റോറി കേട്ടുള്ള പരിചയമൊക്കെ ഉള്ളൂ കേട്ടോ. ആ, ഇത് ആട്ടിടയനാവും. ആ, ഇത് രാജാവാ. തലയിലൊക്കെ ഉണ്ട്, ഒക്കെ ഉണ്ട്. അറബി നാട്ടിൽ നിന്ന് എത്തി രാജാവാന്ന് തോന്നുന്നുണ്ട്. ആ അതെ, അടുത്ത രാജാവ്. ആ, ഓരോ ഗിഫ്റ്റ് ആയിട്ട് വന്നേക്കുക കണ്ടോ, ഗിഫ്റ്റ് ആയിട്ട്. ആ, ഇത് ആട്ടിടയന്റെ വൈഫായിരിക്കും. അല്ല, ഇത് രാജാവ് തന്നെയാന്ന് തോന്നുന്നുണ്ട്. തലയില് കിരീടം പോലത്തെ സ്വർണത്തിന്റെ ഒരു സാധനം ഉള്ളത്. അപ്പൊ ഇവര് 3 രാജാക്കന്മാരായിരിക്കും ഇത്. ഇതൊരാൾ കാണാൻ വന്നതാ എന്നാ തോന്നണേ. ഇതിന്റെ ഉള്ളില് വെക്കാം. നമ്മുടെ പുൽക്കൂട്ടിലെ ആൾക്കാരെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോ കറക്റ്റ് ഓർഡർ ആണോ എങ്ങനെയാണോ എന്നൊന്നും അറിയില്ല. നമുക്ക് അറിയുന്ന ഒരു രീതിയിൽ വെച്ചിട്ടുണ്ട്. ഉണ്ണീഷുവിനെ മാത്രം വെച്ചിട്ടില്ല. ഉണ്ണീഷുവിനെ നമ്മൾ ക്രിസ്മസിന്റെ അന്നേ വെക്കുള്ളൂ. 24-ാം തീയതി 12 മണിക്കാ അങ്ങനെ വെക്കാന്നാ കേട്ടിട്ടുള്ളത്. അപ്പൊ അത് കാരണം കൊണ്ട് ഉണ്ണീഷുവിനെ മാത്രം വെച്ചില്ല, ബാക്കിയുള്ളവരെയും വെച്ചിട്ടുണ്ട്. അറിയണ പോലെയൊക്കെ വെച്ചിട്ടുണ്ട്. തെറ്റുണ്ടാവും ചിലപ്പോ, അത് ക്ഷമിച്ച് കളയുക. അറിയില്ല, ആദ്യമായിട്ട് വെക്കുക ഒറ്റയ്ക്ക്. ഇനിയിപ്പോ നമ്മള് ട്രീമിലേക്ക് ഇട്ട ഫെയറി ലൈറ്റിന്റെ ഒരു ചെറിയൊരു ഭാഗം ഈ പുൽക്കൂടുമ്മക്കൂടെ ഇത് വെക്കാന്നാ വിചാരിക്കണേ. പക്ഷെ അതിപ്പോ എന്തായാലും ഇതിപ്പോ രാവിലെ അല്ലേ, ഇപ്പൊ വെച്ചിട്ടാണെങ്കിലും കാണിക്കാൻ കണ്ടാലും മനസ്സിലാവില്ലല്ലോ, ലൈറ്റ് ഒന്നും ഇട്ട് കഴിഞ്ഞാലോ. അപ്പൊ രാത്രിയാവുമ്പോ അങ്ങനെ ചെയ്ത് വെക്കാന്നാണ് വിചാരിക്കണേ. ഇപ്പൊ ഒരു ഏകദേശം നമ്മള് ട്രീയും പുൽക്കൂടും ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 2 ട്രീയും ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു പുൽക്കൂടും ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ പുൽക്കൂടിന്റെയും ക്രിസ്മസ് ട്രീന്റെയും ഒക്കെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. 2 ക്രിസ്മസ് ട്രീ ഉണ്ട്, ഒരു പുൽക്കൂടുണ്ട്. അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കിയെന്നാണ് തോന്നണത്. എന്താ പറയാ, എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു സംഭവമാണ് ഇതൊക്കെ. രണ്ട് ക്രിസ്മസ് ട്രീ ആണെങ്കിലും ഒന്നാമത്തെ നമ്മുടെ മറ്റേ ന്യൂസ് പേപ്പർ കൊണ്ടുള്ളത് കുറച്ച് നല്ലോണം എഫേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ പക്ഷെ നല്ല രസമായിട്ടുണ്ട്. ഇപ്പൊ വന്നവരൊക്കെ, വീട്ടിൽ വന്ന കണ്ട ആൾക്കാരൊക്കെ നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി. എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുണ്ട് രണ്ടും. പിന്നെ പുൽക്കൂട് മാത്രമാണ് കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ ഇപ്പൊ വെയിലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് വെക്കായിരുന്നു കാർഡ്ബോർഡ് കൊണ്ട് തന്നെ. പക്ഷെ അതൊന്നും വെക്കാനുള്ള സമയമില്ല. ഇത് 25-ാം തീയതിക്ക് മുമ്പെങ്കിലും നിങ്ങളൊന്ന് കാണിക്കണ്ടേ, ഒന്ന് ഉണ്ടാക്കിയതൊക്കെ ഒന്ന് കാണിക്കണ്ടേ അതിന് വേണ്ടി. അപ്പൊ പിന്നെ അതിനുള്ള സമയമില്ല. അപ്പൊ അത് കാരണം കൊണ്ട് അത് അത്രേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ എനിക്കിഷ്ടമായി. എന്തായാലും എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആട്ടോ ഇത്. എന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, സ്കൂൾ ഓഫീസിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഇതൊക്കെ നല്ലോണം അറിയുന്ന ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ അവർ പറയുന്ന രീതിയിൽ പറയുന്നതിനനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ കുറച്ച് എളുപ്പമുണ്ടല്ലോ. പക്ഷെ ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ഐഡിയ വെച്ചിട്ട്, സ്വന്തമായിട്ടൊരു ഐഡിയ വെച്ചിട്ട് ചെയ്യാന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് എന്തായാലും ഒരുപാട് ഹെൽപ്പ് വേണം. എപ്പോഴും കുഞ്ഞിന് വീഴാനും അങ്ങനെയൊന്നും ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാരണം കൊണ്ട് എനിക്ക് എന്തായാലും ഹെൽപ്പ് വേണമായിരുന്നു. എല്ലാവരും ഹെൽപ്പ് ചെയ്യാനും റെഡിയായി. എല്ലാവരും കൂടെ രസമായിട്ട് അത് ചെയ്തു. അങ്ങനെ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു സംഭവമാണ് ഈ ട്രീയും പുൽക്കൂടെ എല്ലാ കാര്യങ്ങളും. പിന്നെ എനിക്കറിയാം ഈ വ്ളോഗിൽ ഒരുപാട് ഫ്ലോസ് ഉണ്ടായിരിക്കും, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ ഒരുപാട് ലെങ്തി, കുറച്ച് ടൈം എടുത്തിട്ടാണ് നമ്മൾ ഈ ട്രീ ഒക്കെ ആണെങ്കിൽ ഓരോ ദിവസമായിട്ടാണ് മുറിച്ചു കൊണ്ടുവന്നതും പെയിന്റ് അടിച്ചതും കാര്യങ്ങളൊക്കെ ചെയ്തത്. അതുപോലെ മറ്റേ ട്രീ ഉണ്ടാക്കാനും കുറച്ച് ടൈം എടുത്തു, എല്ലാത്തിനും ഇങ്ങനെ ടൈം എടുത്തു. അപ്പോൾ കുറച്ച് ലെങ്തി വ്ളോഗാണിത്. അപ്പോൾ അതിനൊന്ന് ഷോർട്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പം അതും കുറച്ച് അപ്പം അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങളുള്ളതെന്ന് ചെറുതാക്കി വരുമ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ എൻ്റെ ഫസ്റ്റ് അങ്ങനെ അതുപോലെ ഒരുപാട് ചെയ്ത് പരിചയമില്ലല്ലോ, അപ്പം അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടെന്ന് അറിയാം ഈ വ്ളോഗിൽ.
പിന്നെ ഉണ്ടാക്കുന്നതാണെങ്കിൽ ഇപ്പോൾ സ്റ്റാറും എല്ലാ സാധനങ്ങളും നമ്മൾ ഈ ഇങ്ങനെ കുറച്ച് കുറച്ച് അലങ്കരിക്കാനുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിച്ചു. ബാക്കിയെല്ലാം ഇങ്ങനെ ഉണ്ടാക്കി. ഇപ്പോൾ സ്റ്റാറാണ് ഈ സ്റ്റാറൊക്കെ ആണെങ്കിലും എല്ലാ സ്റ്റാറുകളും നമ്മൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതൊന്നും എല്ലാം നിങ്ങളെ കാണിച്ചു തരാം, കറക്റ്റായിട്ട് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല. എല്ലാം കൂടെ കാണിച്ചു തരുമ്പോൾ കുറേ വലുതാവും. പിന്നെ അത് ഓരോ ദിവസമായിട്ട് ഓരോ വ്ലോഗായിട്ട് ചെയ്യണമായിരുന്നു അങ്ങനെ വേണമെങ്കിൽ. അപ്പോൾ അത് അങ്ങനെ ചെയ്യാനുള്ള ടൈമും അപ്ലോഡ് ചെയ്യാനുള്ള ടൈമും കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാം മറ്റൊരു വ്ലോഗിൽ ആക്കി. അപ്പോൾ കുറേ ഫ്ലോസ് ഉണ്ട്, അപ്പോൾ അതെല്ലാവരും ക്ഷമിക്കണം. പിന്നെ അതുപോലെ പുൽക്കൂട് അറേഞ്ച് ചെയ്തതിൽ കുറേ മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും. അറിയില്ല, ഉള്ളിൽ വെക്കുന്ന രീതികളൊന്നും അങ്ങനെ അറിയില്ല. നമുക്ക് അറിയുന്ന പോലെ വെച്ചു. കുറച്ച് കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ അതിൻ്റെയൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ വെച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ വെച്ചു. അങ്ങനെ ഇപ്പോൾ എനിക്കറിയില്ല ഈ വ്ലോഗ് എത്ര പേര് കാണുന്നതെന്ന് അറിയില്ല, അധികം എത്ര പേര് കാണുന്ന അറിയില്ല. അപ്പോൾ കാണുന്നവരിൽ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് വെക്കുക എന്നൊക്കെ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. എങ്ങനെയാണ് വെക്കുക എന്നുള്ളത് തെറ്റൊക്കെ ഒന്ന് തിരുത്തി തന്നോളൂ. എനിക്ക് അറിഞ്ഞുകൂടാ മുഴുവനും ശരിക്കും വെക്കാനൊന്നും. അങ്ങനെ എനിക്ക് അറിയാം കുറേ പേര്, ആരും അധികം ഒന്നും കാണുന്നില്ല എന്ന്. കാണുന്നവരിൽ ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അങ്ങനെ അപ്പം ഞാൻ ഈ വ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ.